ഓം ശ്രീ രാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അഹല്യമോക്ഷം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് അഹല്യയ്ക്ക് ശ്രീരാമൻ മോക്ഷം കൊടുക്കുന്ന കഥയാണ് പറയുന്നത്. രാക്ഷസന്മാരെ ശ്രീരാമൻ വധിച്ചതുകൊണ്ട് വിശ്വാമിത്രൻ യാഗമെല്ലാം പൂർത്തിയാക്കിയെന്ന് കഴിഞ്ഞ കഥയിൽ പറഞ്ഞായിരുന്നല്ലോ. യാഗാനന്തരം സിദ്ധാശ്രമത്തിൽ വിശ്വാമിത്രനോടുകൂടി കഴിയവേ അവിടുത്തെ മുനിമാർ ജനകമഹാരാജാവിൻ്റെ മഹായജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു. മിഥിലയിൽ ജനകരാജാവിൻ്റെ കൊട്ടാരത്തിൽ പരമശിവനാൽ ദാനം ചെയ്യപ്പെട്ട ത്രയംബകം എന്ന വലിയ ഭാരമേറിയ ഒരു വില്ല് അവിടെയുണ്ട്. ഒരാൾക്കോ 100 പേർക്കോ അത് പൊക്കാൻ പറ്റില്ല. ആ വില്ലെടുത്ത് കുലയ്ക്കുന്നവന് ജനകപുത്രിയായ സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് ജനകൻ വിളംബരം ചെയ്തിട്ടുണ്ടെന്ന് മഹർഷിമാർ പറഞ്ഞു. ഇത് കേട്ട് വിശ്വാമിത്രൻ ഇനി സമയം കളയേണ്ട, ഉടൻ ആ മഹായജ്ഞം കാണാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാമിത്രൻ രാജകുമാരന്മാരോടൊത്ത് ഗംഗാതീരത്തെത്തി. അവിടെ ശോഭനവും ദിവ്യങ്ങളായ വൃക്ഷലതാദികളാൽ മനോഹരവുമായ ഗൗതമാശ്രമം കണ്ടിട്ട് ശ്രീരാമൻ ചോദിച്ചു, പാർക്കാൻ കൊള്ളാവുന്ന മനോഹരമായ ഈ ആശ്രമം ആരുടേതാണ്? ജന്തുക്കളുടെ ഉപദ്രവമില്ലാത്ത ഈ സ്ഥലം കണ്ടിട്ട് മനസ്സിന് ആഹ്ലാദം തോന്നുന്നു. അതിന് കാരണമായ തത്വം എന്താണെന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. വിശ്വാമിത്രൻ പറഞ്ഞു, കോട്ടം തട്ടാത്ത തപസ്സിനുടമയായ ഗൗതമ മഹർഷി ഈ ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു. ആ കാലത്ത് ബ്രഹ്മാവ് തൻ്റെ മകളും ലോകസുന്ദരിയുമായ അഹല്യയെ ഗൗതമ മഹർഷിക്ക് കൊടുത്തു. അഹല്യയുടെ ശ്രേഷ്ഠമായ ഗുണങ്ങൾ കൊണ്ട് സന്തുഷ്ടനായ ഗൗതമ മഹർഷി വളരെ കാലം സന്തോഷത്തോടെ കഴിഞ്ഞു. ആകാശസഞ്ചാരവേളയിൽ വിശ്വമോഹിനിയായ അഹല്യയുടെ സൗന്ദര്യം കണ്ട് ദേവേന്ദ്രൻ കാമപരവശനായി ആശ്രമ പരിസരത്ത് ഇറങ്ങി. അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എന്താണ് മാർഗമെന്ന് ഇന്ദ്രൻ ആലോചിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം 7:30 നാഴിക വെളുക്കാനുള്ളപ്പോൾ ഗൗതമൻ സന്ധ്യാവന്ദനത്തിന് പോയ തക്കം നോക്കി ദേവേന്ദ്രൻ ഗൗതമൻ്റെ വേഷം ധരിച്ച് കാമപരവശനായി പർണശാലയിൽ പ്രവേശിച്ചു. ദേവേന്ദ്രൻ പരിഭ്രമത്തോടുകൂടി അഹല്യയെ പ്രാപിച്ചിട്ട് പുറത്തു കടന്നു. അപ്പോൾ സൂര്യോദയമായില്ല എന്ന സംശയത്തോടെ ഗൗതമൻ പർണശാലയിലേക്ക് തിരിച്ചു വന്നു. സൂര്യോദയമായെന്ന് തോന്നിപ്പിച്ചത് ഇന്ദ്രൻ്റെ ഒരു സൂത്രമായിരുന്നു. പെട്ടെന്ന് ഇത് മനസ്സിലാക്കി തിരിച്ചു വന്ന ഗൗതമൻ തൻ്റെ രൂപം ധരിച്ചു വന്ന ഇന്ദ്രനെ കണ്ടു. കോപാകുലനായ ഗൗതമൻ, എൻ്റെ രൂപം ധരിച്ചു വന്ന നീ ആരാണ്? എന്തിനാണ് വന്നത്? കാര്യമില്ല, എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ശപിച്ച് ഭസ്മമാക്കുമെന്ന് മഹർഷി പറഞ്ഞു. ഞാൻ സ്വർഗലോകാധിപനായ ദേവേന്ദ്രനാണ്. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും എല്ലാം അവിടുന്ന് ക്ഷമിക്കണമെന്നും പറഞ്ഞു. ഇനി നീ സഹസ്രഭകനായി തീരട്ടെ എന്നും ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം അനുഭവിക്കട്ടെ എന്നും മഹർഷി കോപം കൊണ്ട് ശപിച്ചു. എന്നിട്ട് മഹർഷി ആശ്രമത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ പേടിച്ച് വിറച്ചു നിൽക്കുന്ന അഹല്യയെ കണ്ടു. പാതിവൃത്യം ബലി കഴിച്ച പാപിഷ്ടയും ദുരാചാരിയുമായ നീ ഒരു കൽപ്രതിമയായി മഴയും കാറ്റും വെയിലുമേറ്റ് ദീർഘകാലം ഇവിടെ കിടക്കട്ടെ എന്ന് ഗൗതമ മഹർഷി അഹല്യയെ ശപിച്ചു. ഇത് നിന്റെ പാപകർമ്മത്തിന് പ്രായശ്ചിത്തമായി തീരും. ശ്രീരാമപാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് കിടക്കുക. സംവത്സരങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും ഇവിടെ എത്തും. ശ്രീരാമൻ്റെ പാദസ്പർശനം ഏൽക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും. നീ പരിശുദ്ധയാകും. അപ്പോൾ വീണ്ടും നിനക്ക് എന്നെ പരിചരിക്കാം. ഇത്രയും പറഞ്ഞിട്ട് ഗൗതമ മഹർഷി തപസ് ചെയ്യാൻ ഹിമാലയത്തിലേക്ക് പോയി. അന്ന് തൊട്ട് ഭഗവാന്റെ പാദസ്പർശം ഏൽക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ച് അഹല്യ ദുഃഖിതയായി പാറയായിട്ട് കഴിയുകയാണ്. ഇന്ന് തന്നെ ബ്രഹ്മപുത്രിയായ അഹല്യയുടെ പാപമെല്ലാം അങ്ങയുടെ പാദം കൊണ്ട് നശിപ്പിക്കണമെന്ന് വിശ്വാമിത്രൻ പറഞ്ഞു. ശ്രീരാമൻ്റെ കൈപിടിച്ച് ആശ്രമത്തിലെത്തി. കഠിന തപസ്സോടെ ഇരിക്കുന്ന കൽപ്രതിമ കാണിച്ചു കൊടുത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ പാദങ്ങൾ പതുക്കെ ആ ശിലാവിഗ്രഹത്തിൽ വെച്ചിട്ട് ഞാൻ രാമനാണെന്ന് പറഞ്ഞ് മുനിപത്നിയെ വണങ്ങി. ഉടൻ തന്നെ സുന്ദരാംഗിയായ അഹല്യ എഴുന്നേറ്റ് ഭഗവാന്റെ കാൽക്കൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു. ഭക്തോത്തമയായ അഹല്യ മനുഷ്യരൂപത്തിൽ ചാമബാണ തൂണീരങ്ങളും ധരിച്ച് പ്രസന്നനായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനിൽ എല്ലാ വൈഷ്ണവ ചിഹ്നങ്ങളോടും കൂടിയ ഭഗവാനെ കണ്ടു. അപ്പോൾ ഗൗതമ മഹർഷി പറഞ്ഞ കാര്യം അഹല്യ ഓർത്തു. ഇത് സാക്ഷാൽ ശ്രീനാരായണനെന്ന് മനസ്സിൽ ഉറപ്പിച്ച് കൈകൂപ്പി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി.
ബ്രഹ്മപുത്രയായ അഹല്യ ശാപം തീർന്ന പരിശുദ്ധയായി. അഹല്യയ്ക്ക് ശാപമോചനം ലഭിച്ചെന്ന് ദിവ്യദൃഷ്ടിയാൽ മനസ്സിലാക്കിയ ഗൗതമൻ തിരിച്ചു വന്ന് അവളെ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ചു. കുഞ്ഞുങ്ങളെ, കൗസല്യാസ്തുതി വളരെ വിശിഷ്ടമാണ്. ഭക്തിയോടുകൂടി ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ സ്തുതി ജപിച്ചാൽ മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം തീർന്ന് മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ നിർത്തട്ടെ. ഹരി ഓം തത്സത്.